إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവജ്ഞനും സർവേശ്വരനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു നമ്മെ ഏവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയാണല്ലോ മനുഷ്യൻ. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പല സൂറകളിലായി അള്ളാഹു വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇവയെല്ലാം പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിൽ വളരെ വിശദമായി ഈ ഭാഗം പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പദാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ചിലപ്പുണ്ടാക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന ചെളിമണ്ണിൽ നിന്നാണ്. മസ്നൂൻ, പശിമ പിടിച്ച് നാറ്റം വന്ന ദുർഗന്ധമുള്ള കളിമണ്ണിൽ നിന്നുമാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. തുടർന്ന് പിന്നെ ജിന്നുകളെ കുറിച്ച് പറയുന്നു. വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം. ജിന്നുകളെ ഇതിനു മുമ്പ് അത്യുഷ്ണമുള്ള അഗ്നിയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് എന്ന് പറയും. തുടർന്ന് അല്ലാഹു മലഉൽ അഅല എന്ന് പറയുന്ന തന്റെ ഉന്നത സഭയിലെ മലക്കുകളോട് തന്റെ ഉദ്ദേശം വിശദീകരിക്കുകയാണ്. ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖും ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. ഞാൻ പശിമയുള്ള തട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന
കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. തുടർന്ന് അവരോട് പറഞ്ഞു, ഫഇദാ സവ്വൈതുഹു, ഞാനത് ശരിപ്പെടുത്തി കഴിഞ്ഞാൽ, ആ രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ, വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ ആത്മാവിനെ ഞാൻ അതിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്താൽ, ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ അവന് മുമ്പിൽ പ്രണമിക്കണം, സുജൂദിൽ വീഴണം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് പദാർത്ഥങ്ങൾ, ഒന്ന് പശിമയുള്ള, മണമുള്ള, നാറ്റമുള്ള ചെളിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റൂഹ്, ആത്മാവ്, മനുഷ്യരുടെ അന്തർഭാഗത്ത് ഊതപ്പെട്ടിരിക്കുന്ന ആത്മാവ്, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ചൈതന്യമാണ്, റൂഹാണ്. ഇതിൽ നിന്ന് ജീവൻ, അറിവ്, കഴിവ്, ഇച്ഛാശക്തി, വിവേചന ശക്തി തുടങ്ങിയ മനുഷ്യനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ നാമമാണ് റൂഹ്, ആത്മാവ് എന്ന് നമ്മൾ പറയും. വളരെ സവിശേഷമായ ഒരു ചൈതന്യം. ആലോചിച്ചു നോക്കൂ. അപ്പൊ രണ്ട് പദാർത്ഥങ്ങൾ, ഒന്ന് പച്ച കളിമണ്ണ്. ബാഹ്യമായി നമ്മൾ കാണുന്ന നമ്മുടെ ഈ ശരീരം, ആ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടായാൽ, ഒരു കറുത്ത പാട് വീണാൽ എത്രമാത്രം അസ്വസ്ഥരാകാറുണ്ട് നമ്മൾ. വളരെ അസ്വസ്ഥരാകും. അതിനെ സൗന്ദര്യമുള്ളതാക്കാൻ വേണ്ടി, മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് ആനന്ദമുണ്ടാക്കും വിധം അതിനെ പവിത്രമായി സൂക്ഷിച്ച്, വൃത്തിയുള്ളതായി സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ എത്രമാത്രം ജാഗ്രതയുള്ളവരാണ് നാം. എന്തെല്ലാം സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് നാം അതിനുവേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അള്ളാഹുവിന്റെ ആത്മാവ്, റൂഹ്, അതിന്റെ വിശുദ്ധി നമ്മൾ ആരെങ്കിലും കാത്തു സൂക്ഷിക്കാറുണ്ട്? അത് എപ്പോഴും മലീമസമായി കിടക്കുകയാണ്. അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹു മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളുടെ സൃഷ്ടിപ്പ് പൂർത്തിയായിരിക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നും ആട്ടിപ്പായിച്ച ഒരുത്തൻ, അതാരാണെന്ന് നിങ്ങൾക്കറിയാം. അവന്റെ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് അവനെ നിങ്ങൾ ഒരു ശത്രുവായി സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആ ശത്രുവുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ്. ആ ശത്രുവാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. ആ ശത്രുവിന്റെ വലയിലാണ് നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും. നവനാസ്തികതയും ലിബറലിസവും എല്ലാം കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഈ ശത്രുവിനെ നാം മനസ്സിലാക്കി ആ ശത്രുവിനെതിരെ പടനയിച്ചില്ലെങ്കിൽ നമുക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്ന ആ സ്വർഗലോകം നഷ്ടപ്പെടും. അങ്ങനെ മലക്കുകളോട് പറഞ്ഞു സുജൂദ് ചെയ്യ. എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ അബാ അൻ യകൂന മഅസ് സാജിദീൻ. അവൻ സുജൂദ് ചെയ്യുന്നതിൽ നിന്നും വിസമ്മതിച്ചു. ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇബ്ലീസെ നീ സുജൂദ് ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ, ഈ കളിമണ്ണിൽ നിന്നും പശിമയുള്ള, നാറ്റമുള്ള ഈ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ച മനുഷ്യന് ഞാനെങ്ങനെ സുജൂദ് ചെയ്യാൻ, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. വഇന്ന അലൈക്കൽ ലഅന ഇലാ യൗമിദ്ദീൻ. പ്രതിഫല നാൾ വരെ നീ അഭിശബ്ദനായിരിക്കും, നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ആ സമയത്ത് ഇബ്ലീസ് ഒരു റിക്വസ്റ്റ് നടത്തി. ആ റിക്വസ്റ്റ് അള്ളാഹു സ്വീകരിച്ചു. കാരണം ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു ഇബ്ലീസ്. മലഉൽ അലയിൽ അള്ളാഹുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആരാധനകൾ ചെയ്തിരുന്ന അബുൽ ജിന്ന്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷർ എന്നതുപോലെ ജിന്നുകളുടെ നേതാവായിരുന്നു ഇബ്ലീസ്. അള്ളാഹുവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന ജിന്നുകളുടെ ഒരു നേതാവായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകളുടെ സന്നിധാനത്തിൽ അവൻ വരുമായിരുന്നു.
മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവനും അവിടെ ഉള്ളത് കൊണ്ട് അവനും അള്ളാഹുവിന്റെ ആ ഓർഡറിൽ ഉൾപ്പെട്ടിരുന്നു. സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ വിസമ്മതിച്ചു. അവൻ അഹങ്കാരം നടിച്ചു. അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ ഈ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെ സുജൂദ് ചെയ്യും? ആ സമയത്ത് അവൻ റിക്വസ്റ്റ് വെച്ചു, റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാരണ നാൾ വരെ എനിക്ക് സമയം തരണം. അള്ളാഹു പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ, ശരി, നിന്റെ റിക്വസ്റ്റ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കാരണം ഇതൊരു മത്സരക്കളരിയാകാൻ നിന്നെപ്പോലെയുള്ള ഒരാൾ നല്ലതാണ്. മനുഷ്യൻ നിന്നോടുള്ള സംഘട്ടനത്തിൽ ഏർപ്പെട്ട് വിജയം കൈവരിച്ച് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനൊരു രസമുണ്ട്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഒരു നിർണിത സമയം വരെ നിനക്ക് ഞാൻ സമയം അനുവദിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവനൊരു പ്രഖ്യാപനം നടത്തി. ഖാല ഫബിമാ റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. റബ്ബേ, നീ ഏതായാലും എന്നെ വഴിപിഴപ്പിച്ചല്ലോ, അതിന്റെ ഫലമായി ഞാൻ ഭൂമിയിൽ മനുഷ്യർക്ക് അവരുടെ തിന്മകളെല്ലാം അലങ്കാരമായി കാണിച്ചു കൊടുക്കും. എല്ലാ തിന്മകളും അവർക്ക് അലങ്കാരമായി ഞാൻ കാണിച്ചു കൊടുക്കും. വലഉഗ്വിയന്നഹും അജ്മഈൻ, എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവനെ തന്നെ അറിയാം, നിന്റെ ആത്മാർത്ഥതയുള്ള അടിയാറുകൾ ഒഴികെ എന്ന് അവൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അപ്പൊ പിശാചുമായിട്ടുള്ള നിരന്തരമായ ഒരു സംഘട്ടനം അന്നു മുതൽ വിശ്വാസികൾ തുടരുകയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന് ശേഷം അന്ന് മുതൽ അവൻ മനുഷ്യന്റെ ശത്രുവായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അള്ളാഹു മനുഷ്യരെ വിളിച്ചു, മാലോകരെ ഒന്നടങ്കം, വിശ്വാസികൾ എന്നല്ല വിളിച്ചു, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. പരലോകം, പുനരുദ്ധാരണം, വിചാരണ, സ്വർഗം, നരകം, ഇതെല്ലാം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, ആ കൊടുൻ ചതിയൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ ചതിയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. നമുക്കറിയാം, നവനാസ്തികത, നിരീശ്വരവാദം എല്ലാം അന്നു മുതലേ തുടങ്ങിയതാണ്. ഇന്ന് നമ്മുടെ യുവസമൂഹം അതിലേക്കൊക്കെ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയും ഗെറ്റ് ടുഗദറിലൂടെയും പഴയ കലാലയങ്ങളിലെ സൗഹൃദങ്ങളിലൂടെയും എല്ലാം ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വിവാഹിതരായ സഹോദരിമാർ വരെ ഒന്നോ രണ്ടോ മക്കളുണ്ടായി കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തയിലേക്ക് പോവുകയാണ്. ഇനി അവർക്ക് ഭർത്താവിനെ വേണ്ട. നമ്മുടെ നാട്ടിലെ നിയമവും അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വിവാഹമോചനം നേടി ഭർത്താവിൽ നിന്നും ഭീമമായ സംഖ്യ അടിച്ചെടുത്ത് ചെറിയ എന്തെങ്കിലും ജോലി നേടിയെടുത്ത് അങ്ങനെ ലിബറലിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പല വാർത്തകളും സുഹൃത്തുക്കൾ നമ്മോട് പങ്കുവെക്കാറുണ്ട്. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അള്ളാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, ഈ പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം. ഇന്നമാ യദൂ ഹിസ്ബഹു, അവൻ അവന്റെ കക്ഷികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, നരകാവകാശികളിൽ പെടാൻ വേണ്ടിയാണ്. ഇങ്ങനെ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കെ ആ ശത്രുവിനെ നമ്മൾ ശത്രുവായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നമ്മളും നമ്മുടെ കുടുംബാദികളും ഒക്കെ ആലോചിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അവൻ പ്രഖ്യാപിച്ചു, ഖാല ഫബിമാ അഗ്വൈതനി, നീ ഏതായാലും എന്നെ വഴികേടിയിലാക്കിയല്ലോ റബ്ബേ, അതുകൊണ്ട് ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നേരെ ചൊവ്വായ നിന്റെ മാർഗത്തിൽ ഞാൻ പതിയിരിക്കും. എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മുസ്ലിയാരെയും ഖത്തീബിനെയും മത നേതാക്കന്മാരെയും മത ലീഡർഷിപ്പിലുള്ള ലീഡർമാരെയും എല്ലാവരെയും അവരെയെല്ലാം അവരുടെ അടുത്തെല്ലാം ഞാൻ പോകും. സിറാത്തകൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ തന്നെ ഞാൻ പോയിരിക്കും, പതിയിരിക്കും. സുമ്മ ലഅതിയന്നഹും, എന്നിട്ട് അവരുടെ അടുത്തേക്ക് ഞാൻ വരും. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെയും, വമിൻ ഖൽഫിഹിം, അവരുടെ പിറകിലൂടെയും, വൻ ഐമാനിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെയും, വൻ ശമാഇലിഹിം, ഇടതുഭാഗത്തുകൂടെയും.
വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അവരിലധികം ആളുകളെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗവും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ മേഖലകൾ പ്രതിനിധീകരിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിൽ, നന്മയുടെ മേഖലകളിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ അടുത്തൊക്കെ വരും. ഒരു ഖത്തീബിന്റെ അടുക്കൽ വരും, പറയും നിന്റെ ഖുതുബ നന്നായി എന്നൊരാൾ പറഞ്ഞാൽ അതോടുകൂടി അവന് കിബറും അഹങ്കാരവും വന്നു കഴിഞ്ഞാൽ അവന്റെ പണി പോയി. ഇമാമിന്റെ അടുത്ത് വരും, ഖാരിന്റെ അടുത്ത് വരും, പള്ളിയുടെ പ്രസിഡന്റിന്റെ അടുക്കൽ വരും. നീ പോയാൽ ഇനി ആരുണ്ടാകും, ഈ പള്ളി എങ്ങനെ നടക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ഇങ്ങനെ തരിക. എന്നിട്ട് ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്ത തരിക. ഖൈറായിരിക്കും ഒരുപക്ഷെ ശൈത്താൻ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. എല്ലാവരുടെയും അടുക്കൽ വരും, സിറാത്തക്കൽ മുസ്തഖീം, അവിടെ തന്നെ ഞാൻ കയറിയിരിക്കും. അല്ലാഹ് പറഞ്ഞു ഇറങ്ങിപ്പോടോ അവിടുന്ന് എന്ന് അല്ലാഹു അവനെ ഇറക്കി വിടുകയാണ്. ലമൻ തബിഅക മിൻഹും, നിന്നെ പിൻപറ്റുന്ന ആളുകളുണ്ടല്ലോ മനുഷ്യർ, ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിങ്ങളെ കൊണ്ട് ഞാൻ നരകം നിറക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് എന്ന് പറയുന്ന ശത്രു, അവൻ അബുൽ ജിന്നായിരുന്നു, ജിന്നുകളുടെ നേതാവായിരുന്നു. അവന്റെ പേര് അസാസീൽ എന്നായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ കാണാം ഇബ്ലീസിന്റെ. പിന്നീട് അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് നിരാശനായതുകൊണ്ടാണ് അവന് ഇബ്ലീസ്, നിരാശ ബാധിച്ചവൻ എന്ന നാമം വന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യൗമ തഖൂമുസ് സാഅത്തു യുബ്ലിസുൽ മുജ്രിമൂൻ, അന്ത്യനാൾ നിലവിൽ വരുമ്പോൾ കുറ്റവാളികൾ നിരാശരായി തീരും. അബ്ലസ എന്ന് പറയുന്ന പദത്തിൽ നിന്നുമാണ് ഇബ്ലീസ് എന്നുണ്ടായത്. അതല്ല, ഇബ്ലീസ് എന്ന് പറയുന്നത് അവന്റെ നാമമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. അപ്പൊ ഇബ്ലീസ് പിന്നീട് ശൈത്താനായി മാറുകയാണ്. എന്താണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, നീ സ്വർഗത്തിൽ നീയും നിന്റെ പത്നിയും താമസിക്കുക, യഥേഷ്ടം ആഹരിച്ചു കൊള്ളുക, ഈ ഒരു മരം ഒഴികെ എന്ന് പറഞ്ഞു. വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. അവിടെ വന്നു. ആരുടെ അടുക്കലാണ് വന്നത്? അബുൽ ബഷർ ആദം നബി അലൈഹി ഇസ്ലാമയുടെ അടുക്കിലേക്കാണ് വന്നു. ഫവസ്വസ ലഹുമശ് ശൈത്താൻ, അവിടെ ശൈത്താൻ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത്. ഇബ്ലീസ് മാറി ശൈത്താൻ ആവുകയാണ്. ഇബ്ലീസ് എന്ന് പറയുന്നത് അവന്റെ നാമം, എന്നാൽ ശൈത്താൻ എന്ന് പറയുന്നത് അവന്റെ വിശേഷണമാണ്. ശതന എന്ന പദത്തിൽ നിന്നുമാണ് ശൈത്താൻ ഉണ്ടായിരിക്കുന്നത്. ശതന എന്ന് പറഞ്ഞാൽ തബാഅദ മിനൽ ഖൈർ, നന്മയിൽ നിന്നും ഏറെ വിദൂരത്തായവൻ. അതോടൊപ്പം തന്നെ അൽ മുഫ്സിദുൽ മുതമർരിദ്, ആളുകളെ തിന്മയിലേക്ക് നയിക്കുന്ന, കലാപങ്ങൾ ഉണ്ടാക്കുന്ന അവനാണ് ശൈത്താൻ. അത് വിശേഷണമാണ്. അപ്പൊ ശൈത്താൻ, ഇബ്ലീസ്, ശൈത്താൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല ഇബ്ലീസ് എന്താണ്, ശൈത്താൻ എന്താണ്. അപ്പൊ ഇബ്ലീസ് എന്ന് പറയുന്നത് അബുൽ ജിന്നായിരുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാതെ സ്വർഗത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടവനാണ് ഇബ്ലീസ്. അവന്റെ മാർഗത്തിൽ ആരൊക്കെ സഞ്ചരിക്കുന്നുവോ അവനൊക്കെ ശൈത്താനാണ്. ഫവസ്വസ ലഹുമശ് ശൈത്താൻ, പിന്നീട് ആദമിന്റെയും ഹവ്വയുടെയും അടുക്കൽ വന്നത് ശൈത്താൻ എന്ന് പറഞ്ഞ ഇബ്ലീസാണ്. അത് അവന്റെ വിശേഷണമായി മാറി. അങ്ങനെ ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, പരസ്പരം മറക്കപ്പെട്ട അവരുടെ നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടി അവൻ വന്നു. അങ്ങനെ അവരുടെ ആ ശൈത്താന്റെ, ഇബ്ലീസിന്റെ ഷെറിൽ അകപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇബ്ലീസ് ഷൈത്താനായി മാറുകയാണ്. അപ്പൊ ഷൈത്താൻ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന, തിന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന, തിന്മ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്ന, നന്മയിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന, തടയുന്ന ആരൊക്കെയുണ്ടോ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട അവരെല്ലാവരും ശൈത്താന്മാരാണ്. അതിനും വിശുദ്ധ ഖുർആൻ തെളിവ് പറയുന്നുണ്ട്. സൂറത്തുൽ അൻആമിലെ 112-ാമത്തെ ആയത്തിൽ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിൻ, അപ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കളെ, സാത്താന്മാരെ, ശൈത്താന്മാരെ അദുവായി, ശത്രുവായി നാം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ജിന്നുകളിലും മനുഷ്യരിലും പിശാചുക്കളുണ്ട്. തിന്മയിലേക്ക് നയിക്കുന്ന നേതാക്കന്മാർ, തിന്മയിലേക്ക് നയിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ശൈത്താന്മാരാണ്. അപ്പൊ ഇബ്ലീസും ശൈത്താനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഇവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം എന്നാണ് അള്ളാഹു മനുഷ്യരോട് ഉപദേശിച്ചിരിക്കുന്നത്. ഈ ശൈത്താൻ എല്ലാവരുടെയും കൂടെയുണ്ട്. എല്ലാവരുടെയും കൂടെ ശൈത്താനുണ്ട്.
ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തു നിന്നും മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പോകേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഫഗീർതു അലൈഹി, എനിക്ക് ഈറ തോന്നി, എനിക്ക് നബിയോട് വെറുപ്പ് തോന്നി. ഫജാഅ ഫറഅ മാ അസ്നഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ എൻ്റെ വെറുപ്പ് അദ്ദേഹത്തിന് മനസ്സിലായി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക്കി ആയിഷ, ആയിഷ എന്ത് പറ്റി നിനക്ക്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അഗീർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, നിനക്ക് ഈറ വന്നോ, നിനക്ക് വെറുപ്പായോ? ഫഖുൽതു വമാ ലി ലാ യുഗാറു മിസ്ലി അലാ മിസ്ലി, എന്നെ പോലെയുള്ള ആളുകൾ താങ്കൾ പോലെയുള്ളവരോട് എങ്ങനെ വെറുക്കാതിരിക്കും ഈ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖദ് ജാഅകി ശൈത്താനുകി, യാ ആയിഷ, അന്റെ ശൈത്താൻ ഇവിടെ വന്നു പോയില്ലേ, നിന്റെ ശൈത്താൻ ഇവിടെ വന്നുവല്ലേ? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ് അവമഅയ ശൈത്താൻ, എന്റെ കൂടെ ശൈത്താനോ? അന്ത്യപ്രവാചകനായ അങ്ങയുടെ കൂടെ രാവും പകലും ചെലവഴിക്കുന്ന എന്റെ കൂടെ ശൈത്താൻ? ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ശൈത്താനും. അന്നേരം ആയിഷ ചോദിച്ചു, ഖുൽത് വമഅ കുല്ലി ഇൻസാനിൻ? ഖാല നഅം, എല്ലാവരുടെയും കൂടെയുണ്ടോ? നബി പറഞ്ഞു, നഅം. ഖുൽതു വമഅക, ആയിഷ ബുദ്ധിമതിയാണ്, അങ്ങയുടെ കൂടെയുമുണ്ടോ? അങ്ങ് പ്രവാചകനല്ലേ അല്ലാഹുവിന്റെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വലാകിന്ന റബ്ബി അആനനി അലൈഹി ഹത്താ അസ്ലം, പക്ഷേ എന്നെ ആക്രമിക്കാൻ അവന് കഴിയില്ല ആയിഷ, അവൻ എനിക്ക് കീഴടങ്ങിയിരിക്കുകയാണ്, ഞാൻ പ്രവാചകനാണല്ലോ, എന്നെ ഉപദ്രവിക്കാൻ അവന് കഴിയില്ല ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു. അപ്പൊ എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിശാച്, ഒരു ജിന്ന് പിശാച് മനുഷ്യരുടെ കൂടെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പ്രഖ്യാപിക്കുക. മറ്റൊരു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ, ഓരോരുത്തരുടെയും കൂടെ അള്ളാഹു ജിന്നിൽപ്പെട്ട ഒരു കരീനിനെ നിശ്ചയിച്ചിരിക്കും. ആരാണ് കരീൻ? വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ട് കരീൻ എന്ന് പറയുന്ന പദം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജിൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. കാഫിറായ ജിന്നായിരിക്കും അവൻ, പിശാചായിരിക്കും. നെഗറ്റീവ് ചിന്താഗതികൾ ആളുകൾക്ക് നൽകും. ഒരു നന്മ ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പൊ എൻ്റെ അടുത്തും വന്നു, കഴിഞ്ഞ ദിവസം ഖുത്ബയ്ക്ക് വേണ്ടി വിഷയം തയ്യാറെടുക്കുമ്പോൾ ഈ വിഷയം പറയാമെന്ന് പറഞ്ഞു ആലോചിച്ച് നോട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ്, എന്തിനാണ് ഈ വിഷയം പറയുന്നത്, ഇതൊക്കെ ആളുകൾക്ക് അറിയാവുന്നതല്ലേ, മറ്റൊരു വിഷയം പറയാം, ഫിലിസ്തീൻ പറയാം, അല്ലെങ്കിൽ മറ്റു വിഷയം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിന്ത അവൻ വന്നു. എല്ലാവരുടെയും അടുക്കൽ വരും. അതിന്റെ ചികിത്സ നാം പറയാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഖാലു വഇയ്യാക യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, അങ്ങയോടൊപ്പം ഈ കരീനുണ്ടോ? ഖാല വഇയ്യായ, എന്റെ കൂടെയുമുണ്ട്. ഇല്ല ഇന്നല്ലാഹ ആനനി അലൈഹി ഫസ്തസ്ലം, പക്ഷേ അവൻ എനിക്ക് കീഴടങ്ങിയിരിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. വലിയ ആലിമീനെ അടുക്കലും ഈ പിശാച് വരും, വലിയ മതപണ്ഡിതന്റെ അടുക്കലും ഈ പിശാച് വരും. ബനൂ ഇസ്രായേലുകാരിൽ പെട്ട വലിയൊരു ആബിദ്, കാന അഅബദന്നാസി ഫീ സമാനിഹി, തന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൂക്ഷ്മത പുലർത്തുന്ന ഒരു വലിയ മനുഷ്യൻ, എപ്പോഴും തന്റെ മഠത്തിൽ വാതിലടച്ചു പൂട്ടി അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൂക്ഷ്മജ്ഞാനിയായിരുന്നു, സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ആ സമയത്ത് ആ ഗ്രാമത്തിൽ 3 സഹോദരന്മാരുണ്ടായിരുന്നു, അവർക്കൊരു സഹോദരിയും ഉണ്ടായിരുന്നു. ഈ 3 സഹോദരന്മാർ വിദൂര ദിക്കിലേക്ക് പട്ടാളക്കാരായതുകൊണ്ട് ദൂര ദിക്കിലേക്ക് പോകേണ്ടി വന്നു. ഈ സഹോദരിയെ സംരക്ഷിക്കാൻ ആരുമില്ല. ആ ഗ്രാമത്തിൽ ആരെ ഏൽപ്പിച്ചു പോകും? അവരാലോചിച്ചപ്പോൾ അവര് തമ്മിൽ തീരുമാനിച്ചു, നമുക്ക് നമ്മുടെ സന്യാസി വര്യന്റെ അടുക്കൽ ഏൽപ്പിച്ചു പോകാം, അതാകുമ്പോ പിന്നെ സുരക്ഷിതമായിരിക്കുമല്ലോ, ഒരു പൈശാചികതയും അവിടെ ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യം അദ്ദേഹം വിസമ്മതിച്ചു. പക്ഷേ പിന്നീട് ഇവര് നിർബന്ധിച്ചപ്പോ അദ്ദേഹം സമ്മതിച്ചു. പറഞ്ഞു, എൻ്റെ ഈ മഠത്തിന് തൊട്ട് മുമ്പിലുള്ള
റൂമിൽ അവളെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ താമസിച്ചു. അവർ തിരിച്ചുപോയി. മടമടച്ച് ഇദ്ദേഹം അവിടെ ഇരിക്കും. ഭക്ഷണ സമയമാകുമ്പോൾ അദ്ദേഹം ഭക്ഷണം തന്റെ മഠത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും. അവൾ ആ റൂമിൽ നിന്നും ഇറങ്ങി വന്ന് ഭക്ഷണം എടുത്തു പോകും. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കെ ഇബ്ലീസ് വന്നു. ശൈത്താൻ ഈ ആബിദിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇതിനേക്കാൾ നല്ലത് അങ്ങ് അവളുടെ റൂമിന്റെ വാതിൽ കൊണ്ടുപോയി കൊടുക്കലായിരിക്കും നല്ലത്. അപ്പോൾ അവൾ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ സംശയിക്കുകയില്ലല്ലോ. പിന്നെ അങ്ങനെ തുടങ്ങി. കുറെ അങ്ങനെ പോയപ്പോൾ വീണ്ടും ഇബ്ലീസ് വന്നു, വീണ്ടും ശൈത്താൻ വന്നു, പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് അവളുടെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കലായിരിക്കും. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. കുറെ കാലം പിന്നെ വന്ന് പറഞ്ഞു, അവൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു, അങ്ങ് അവളുമായി സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആദ്യം ഒരു ഹായ് അയക്കും വാട്സപ്പിൽ. ഈ കാലഘട്ടത്തിൽ, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ വളരെ ജാഗ്രത പുലർത്തണം. അവിടെയെല്ലാം ഇവൻ പ്രവർത്തിക്കും. അങ്ങ് അവളുമായി സംസാരിക്കുകയാണെങ്കിൽ അവളുടെ മടുപ്പ് നീങ്ങുമല്ലോ. പിന്നെ സംസാരിക്കാൻ തുടങ്ങി. കുറെ കാലം അങ്ങനെ. പിന്നെ ഒരു പുരുഷനും ഒരു സ്ത്രീയും തനിച്ചായാൽ ഉണ്ടാകുന്നതെല്ലാം ഉണ്ടായി. അവൾ ഗർഭിണിയായി. ഇബ്ലീസ് ശൈത്താൻ വീണ്ടും വന്നു, പറഞ്ഞു ഇനി പ്രശ്നമാണ്, ഗർഭിണിയായി പ്രസവിച്ചു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ. സഹോദരന്മാർ മടങ്ങി വന്നാൽ നിങ്ങളുടെ കഥ കഴിയും, അതുകൊണ്ട് ഇല്ലാതാക്കുക തന്നെ. അവളുമായി തീരുമാനിച്ചു, അവളുമായി കൂടിയാലോചിച്ചു. അവളും സമ്മതം മൂളി. കുട്ടിയെ കൊന്നു, ഒഴിച്ചു മൂടി, അറുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഇബ്ലീസ് വീണ്ടും വന്നു. എന്ത് ഗ്യാരണ്ടിയാണ്? പെണ്ണാണത്, പെണ്ണ്. രഹസ്യം ഒരിക്കലും മറച്ചു വെക്കാത്തവളാണ് പെണ്ണ്. അവള് ഒരു കാലത്ത് അത് വിളിച്ചു പറയും, നീ അകത്താകും, സൂക്ഷിച്ചോ. ഇബ്ലീസ് പറഞ്ഞു അവളെയും കൂടി ഇല്ലാതാക്കുക. അതും നടന്നു. അവളെയും അറുകൊല നടത്തി ആ കുട്ടിയോടൊപ്പം കബറിൽ കുഴിയിൽ കുഴിച്ചു മൂടി. കുറെ കാലത്തിന് ശേഷം സഹോദരന്മാർ തിരിച്ചു വന്നപ്പോൾ ഈ ആബിദിനോട് ചോദിച്ചു, പറഞ്ഞു അസുഖബാധിതയായി അവൾ മരണപ്പെട്ടു. കബറും കാണിച്ചു കൊടുത്തു. അവരംഗീകരിച്ചു. കാരണം ആബിദാണല്ലോ ആ കാലഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള മുത്തഖിയായ മനുഷ്യനല്ലേ. ഇവര് പോയി. രാത്രി ഇബ്ലീസ് ഈ 3 സഹോദരന്മാരുടെ അടുക്കൽ സ്വപ്നത്തിൽ വന്നു. സ്വപ്നത്തിൽ വന്നിട്ട് അവരോട് പറഞ്ഞു, അയാൾ പറഞ്ഞു നുണയാണ്, അയാൾ അറുകൊല നടത്തിയതാണ്. 3 പേരുടെ അടുക്കൽ വന്നു. 3 പേരും രാവിലെ എഴുന്നേറ്റ് സ്വപ്നം പരസ്പരം പങ്കുവെച്ചപ്പോൾ പറഞ്ഞു, ചിലർ പറഞ്ഞു അങ്ങനെയില്ല, അങ്ങനെയുണ്ടാവില്ല. പക്ഷെ അതിൽ ചെറുപ്പക്കാരനായ 3-മത്തവൻ പറഞ്ഞു, ഇല്ല, അയാളുടെ അടുത്ത് ഞാൻ പോയി ചോദിക്കും. പോയി ചോദിച്ചു. അയാൾ സമ്മതിച്ചു. ഖബർ കാണിച്ചു തരാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ കഴുത്തറുത്ത് കൊന്നിരിക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിക്കുക? അയാളെ സന്യാസി മഠത്തിൽ നിന്നും പുറത്തിറക്കി കുരിശുമരത്തിൽ കുരിശിൽ തറക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഇബ്ലീസ് അവിടെ വീണ്ടും വന്നു. ആലോചിച്ചു നോക്കണം. വലിയ പണ്ഡിതൻ, ആബിദ്, മുത്തഖി. ഇബ്ലീസ് അവിടെ വന്നു. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, നിനക്കറിയുമോ, ഞാനായിരുന്നു നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ഇതിൽ നിന്നും നിനക്ക് ഈ കുരിശുമരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഞാൻ പറഞ്ഞു തരാം. നീ അല്ലാഹുവിൽ അവിശ്വസിക്കണം. തയ്യാറുണ്ടോ? അയാൾ പറഞ്ഞു, ശരി, ഇതിൽ നിന്ന്, ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണം. അതുപോലെ നിഷേധിച്ചു. ആ സ്പോട്ടിൽ ഇബ്ലീസ് അവിടെ സ്ഥലം വിട്ടു. ഇതാണ് ഇബ്ലീസിന്റെ പണി. നിഷേധിച്ചു. ഇബ്ലീസിന്റെ റോള് കഴിഞ്ഞു. ആരെ രക്ഷിക്കാൻ? അയാളെ കുരിശിൽ തറത്തു. ഇതേക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കമസലി ശൈത്താൻ. ഇത്തരം തിന്മയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ഉപമ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് അടിമപ്പെട്ട് ഒന്നുമല്ലാതായി തീരുന്ന ആളുകളുണ്ട്. ചപ്പ് ചവറ ചണ്ടിയായി വലിയ പേരും പ്രശസ്തിയും വാനോളമെത്തിയ ആളുകൾ ഒരു നിമിഷം, നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ വാർത്താ മീഡിയകളിലൂടെ കാണുന്നില്ലേ, ആളുകൾ അംഗീകരിച്ചിരുന്ന, ഏറെ ബഹുമാനിച്ചിരുന്ന ഒരാളുകൾ ഒരു നിമിഷം, ഒരു ഫോൺ കോൾ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ. ഇത്തരം ആളുകളുടെ ഉപമ ആ പിശാചിനെ പോലെയാണ്. അവൻ മനുഷ്യനോട് പറയും, നീ നിഷേധിയാകും. ഫലമ്മ കഫർ, അവൻ നിഷേധിയായി കഴിഞ്ഞാലോ ഖാല, അവൻ പറയും, ഇന്നി ബരീഉം മിൻക, ഞാൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് സ്ഥലം കാലിയാക്കും എന്നാണ് പറയുന്നത്.
അപ്പൊ ഇബ്ലീസ് ഷൈത്താൻ, ജിന്നുകളിൽപ്പെട്ട ഈ ഷൈത്താൻ മനുഷ്യരുടെ കൂടെയുണ്ട്. എപ്പോഴും നെഗറ്റീവ് ചിന്താഗതികളുമായി വരുന്ന ഈ പിശാചിനെ നമ്മൾ അതുവായി, ശത്രുവായി സ്വീകരിച്ചില്ലെങ്കിൽ ഒന്നുമല്ലാത്ത ചപ്പു ചവർ ചണ്ടിയാക്കി മാറ്റും അവൻ. അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. ഒരിക്കൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മൂസ, നീ വലിയ പ്രവാചകനല്ലേ, എനിക്കൊന്ന് തൗബ ചെയ്താൽ കൊള്ളാന്നുണ്ട് എന്ന്. നീ നിന്റെ റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യണം. ശരി, നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസിനോട് മൂസാ നബി പറഞ്ഞു, നീ ആദമിന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ടൊന്ന് സുജൂദ് ചെയ്യ്. അപ്പോ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടില്ല, എന്നിട്ടാണോ ഇപ്പോൾ? ഏതായാലും നീ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ഓർത്തോ എന്നെ, അവിടെ ഞാൻ നിന്നെ നശിപ്പിക്കും, മനുഷ്യരെ നശിപ്പിക്കും. ഉസ്കുർനി ഹീന തഖ്ലു, നീ കോപാകുലനാകുമ്പോൾ നീ എന്നെ സൂക്ഷിച്ചു, എന്നെ ഓർത്തോ. വഅയ്നി വഅന വഹ്യും ഫീ ഖൽബിക്, നിന്റെ ഹൃദയത്തിലെ വഹ്യ്, ദുർബോധനം നൽകുന്നവൻ ഞാനായി മാറും. കോപിച്ചു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യൻ ചെയ്യാന്നറിയില്ലല്ലോ. വഅയ്നി ഫീ ഐനിക്, നിന്റെ കണ്ണ് എന്റെ കണ്ണായിരിക്കും ആ സമയത്ത്. വഅജ്രി മജ്റദ്ദം, നിന്റെ രക്തം ഓടുന്നിടത്തെല്ലാം ഞാൻ സഞ്ചരിക്കും. വദ്കുർനി ഹീന തൽഖൽ സഹഫ്, അതുപോലെ സൈന്യം മാർച്ച് പാസ് ചെയ്യുന്ന യുദ്ധവേളയിൽ നീ ഓർത്തോ, അവിടെ ഞാൻ വന്ന് നിന്നെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിന്റെ നിന്റെ വീടിനെയും നിന്റെ അമ്പരചുംബിയായ കൊട്ടാരത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കും, നിന്റെ ഭാര്യയെ ഞാൻ ഓർമ്മിപ്പിക്കും, നിന്റെ മക്കളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിന്നെ ഞാൻ ആ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. 3 പറഞ്ഞു, വഇയ്യാക അൻ തുജാലിസ ഇംറഅതൻ അജ്നബിയ്യ, അന്യ സ്ത്രീകളുമായി തനിച്ചാകുന്നത് നീ സൂക്ഷിച്ചോ. ഫഇന്നി റസൂലുഹാ ഇലൈക്, അവളുടെ മെസഞ്ചർ ആയിരിക്കും ഞാൻ നിന്റെ അടുത്തേക്കുള്ള. വറസൂലുക ഇലൈഹാ, അവളുടെ അടുത്തേക്കുള്ള നിന്റെ മെസഞ്ചറുമായിരിക്കും ഞാൻ. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്നാണ് ഇബ്ലീസ് തന്നെ മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രളയമുണ്ടായ സമയത്ത് കപ്പലിൽ കയറ്റി. ആ സമയത്ത് ഒരു ഷെയ്ഖിനെ കണ്ടു കപ്പലിൽ. നൂഹ് നബിക്ക് മനസ്സിലായി ആരാണ് എന്ന്. ആരാണ് നിന്നെ ഇവിടെ കയറ്റിയത്, ആരാണ് നിന്നെ ഇവിടെ ഈ കപ്പലിൽ കയറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറയുകയാണ്, നിന്റെ ആളുകളൊക്കെ വഴിവെഴുപ്പിക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ്. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ അദുവ്വ ഖുർജി യാ അദുവ്വല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ നീ ഇറങ്ങിപ്പോ. ഇബ്ലീസ് പറഞ്ഞു, 5 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആളുകളെ വഴിപിഴപ്പിക്കും. പക്ഷെ ഞാൻ 3 പറഞ്ഞു തരുള്ളൂ, 2 പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി നൽകി അവനോട് ആ 2 കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറയാം, 3 വേണ്ട എന്ന് പറയും. കാരണം അത് ശക്തി കൂടിയ സാധനമാണ്. ശരി, ഇബ്ലീസ് പറഞ്ഞു, ആ 2 കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആളുകളെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കും. 1 അൽ ഹസദ്, അസൂയ. നമുക്കറിയാലോ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഉണ്ട് ഹസദ്. 2 അൽ ഹിർസ്, അധികാര കൊതി, സമ്പത്തിനോടുള്ള കൊതി, അടങ്ങാത്ത കൊതി. ഇതും മനുഷ്യനെ പലതരത്തിലും മനുഷ്യനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വബിൽ ഹസദി ലുഇൻത്, ആ ഹസദ് കൊണ്ടാണ് ഞാൻ ശപിക്കപ്പെട്ടവനായത്. കാരണം ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, എന്നിട്ട് അവന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവനെ വലിയ പദവികൾ കൊടുത്തു. ഞാൻ അഗ്നി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ്. അപ്പോൾ എനിക്ക് അവനോട് അസൂയ തോന്നി, കാരണം അവന് എല്ലാ പദവികളും കൊടുത്തു. 2 വജുഇൽ തുഷ, അതിന്റെ പേരിലാണ് ഞാൻ പിശാചായി, ശപിക്കപ്പെട്ട പിശാചായി മാറിയത്. വബിൽ ഹിർസ് ഉബീഹ ലി ആദമൽ ജന്ന, ഈ അടങ്ങാത്ത കൊതി കൊണ്ടാണല്ലോ ആദമിന് സ്വർഗം നിഷേധിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇത് 2ലെയും നീ സൂക്ഷിച്ചോ എന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുക. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ, ഈ ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിച്ചോ. ഇബ്ലീസിന്റെ പണി എന്താണെന്നറിയോ? അവൻ യളഅ അർശഹു അലൽ മാ, അവന്റെ സിംഹാസനം, കിരീടം വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വെച്ചുകൊണ്ട് സുമ്മ യബഅസു സറായാഹു, അവന്റെ സൈനികരെ അവൻ അയക്കുകയാണ്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട തിന്മയിലേക്ക് വിളിക്കുന്ന ആളുകൾ അവൻ അയക്കും. ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അളമുഹും ഫിത്ന, ഏറ്റവും വലിയ ഫിത്ന
ഉണ്ടാക്കുന്നവനായിരിക്കും അവന്റെ ഏറ്റവും അടുത്ത ആൾ. അങ്ങനെ ഓരോരുത്തരെ വൈകുന്നേരം വന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമത്രേ. ചിലർ വന്ന് പറയും ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്നാലിന്റെ പോലൊക്കെ ചെയ്തു, ഇന്നാളെ തെറ്റിച്ചു, ഇന്നാളെ മറ്റത് ചെയ്തു, അയാളെ കാലുവാരി, ഇയാൾ ഇവന്റെ കാലുവാരി, ഇങ്ങനെ പലതും, അവനെ കൊണ്ട് ഞാൻ മോഷണം നടത്തിച്ചു, അവനെ കൊണ്ട് ഞാൻ വിഭജിപ്പിച്ചു, ഇങ്ങനെ പല റിപ്പോർട്ടുകളും. ഇതൊക്കെ ചീള് കേസ്. അവൻ പറയും മാ സനഅത ഷൈ, നീ ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് ഒരാൾ വരും, അവന്റെ സഹായി, എന്നിട്ട് പറയും മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറാത്തി, ഞാൻ ഇന്നാലിന്നവനെ ഫിത്നയിൽ അകപ്പെടുത്തി അവനെയും അവന്റെ ഭാര്യയെയും തെറ്റിച്ച് വേർപ്പെടുത്തി. ഇബ്ലീസ് പറയും നിഅമ അൻത് മാഷാ അല്ലാഹ്, നീയാണ് ഏറ്റവും നല്ലവൻ. എന്നാലോചിച്ചു നോക്കൂ, ഇത് ഈ ഇബ്ലീസിന്റെ കളികളാണ്. ഈ ഇബ്ലീസിനെ, ഈ പിശാചിനെ, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഈ പിശാചിനെ ജീവിതത്തിൽ നിന്നും അകറ്റി മാറ്റാതെ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നേടാൻ കഴിയില്ല. ഇതിൽ നിന്ന്, ഇവന്റെ ഈ ഷറിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? ഒന്നാമത്തെ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദൈവസ്മരണ. രണ്ടാമത്തെ തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ പാരായണം. മൂന്നാമത്തേത് മുജാലസത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തി അവരുമായിട്ടുള്ള സഹവാസം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കില്ലെങ്കിൽ നമ്മൾ അകപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തു സുഖ്റുഫിലെ 36-ാമത്തെ സൂക്തത്തിൽ വമൻ യഉശ് അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ ഹത്താ ഇദാ ജാഅനാ ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈൻ ഫബിഅസൽ ഖരീൻ വലൻ യൻഫഅകുമുൽ യൗമ ഇല്ലൽതും അന്നകും ഫിൽ അദാബി മുശ്തറക്. ഏതൊരുവൻ വമൻ യഉശ് അൻ ദിക്രിർ റഹ്മാൻ, കരുണാവാരിധിയായ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അശ്രദ്ധനായി ആര് വർത്തിക്കുന്നുവോ അവന്റെ മേൽ നാം ഒരു ചെകുത്താന് സ്വാധീനമേ. നുഖയ്യിദ് ലഹു ഖരീനൻ ഫഹുവ ലഹു, നുഖയ്യിദ് ലഹു ശൈത്താൻ ഫഹുവ ലഹു, അവനായിരിക്കും അവന്റെ തോഴൻ എപ്പോഴും. അവരോ, അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നതിനെ ഈ ചെകുത്താന്മാർ തടഞ്ഞുകൊണ്ടിരിക്കും. യസുദ്ദൂൻ ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ. എന്നിട്ടോ ഇവര് വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, സ്വന്തം നിലയിൽ തങ്ങൾ സന്മാർഗികളാണ് എന്ന് ഇങ്ങനെ വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. ഞാൻ സന്മാർഗിയാണ്, ഞാൻ നന്മയുടെ പാതയിലാണ് എന്ന് വിചാരിക്കും അത്തരക്കാരായ ആളുകൾ. ഹത്താ ഇദാ ജാഅനാ, അങ്ങനെ ഇവരൊക്കെ നമ്മുടെ സന്നിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഖാല, ഈ പിശാചിന്റെ തോഴനായി ഈ ദുനിയാവിൽ ജീവിച്ച മനുഷ്യൻ പറയും, പിശാചും അവിടെ ഹാജരുണ്ടാകും. എന്താ പറയാ? ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈൻ, ഹാ കഷ്ടം, എനിക്കും നിനക്കുമിടയിൽ പൂർവ്വ ചക്രവാളവും പശ്ചിമ ചക്രവാളവും തമ്മിലുള്ള അകലമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായി. ബുഅദൽ മശ്രിഖൈൻ, നീ എന്തുമാത്രം ദുഷ്ടനാടാ. അന്നേരം അല്ലാഹു ഇവരോട് പറയും ലൻ യൻഫഅകുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ ഈ ആവലാതി, ഈ വിലാപമൊന്നും ഇവിടെ ഫലം ചെയ്യുകയില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ശിക്ഷയിൽ ഒരുപോലെയാണ്. വമൻ യകുനിശ് ശൈത്താനു ലഹു ഖരീനൻ ഫസാഅ ഖരീന, ആരുടെ കൂട്ടാളിയായി ഈ സാത്താൻ, ഈ പിശാചുണ്ടോ, അവന്റെ കൂട്ടുകെട്ട് അത്യന്തം ദുഷ്കരമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഒരു വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ 199-ാമത്തെ ആയത്തിൽ പറയും ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. ചെകുത്താൻ നിന്നെ പ്രകോപിക്കുന്നുവെങ്കിൽ, ചെകുത്താന്റെ എന്തെങ്കിലും ദുർബോധനം നിന്നെ പിടികൂടി കഴിഞ്ഞാൽ അപ്പോൾ അല്ലാഹുവിൽ അഭയം തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ചിന്താഗതി, ഒരു തിന്മ ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് മൈൻഡ്, അങ്ങനെ ആർക്കെങ്കിലും ഒരു ദുർബോധനം സംഭവിച്ച് തദക്കറു, അവിടെ അവർ ഓർക്കും അതിനെക്കുറിച്ച്. ഇത് പിശാചിന്റെ കളിയാണ്. ഫൈദാഹും മുബ്സിറൂൻ, അങ്ങനെ അവർ ഉൾക്കാഴ്ചയുള്ളവരായി തീരും. വൈഖ്വാനുഹും, എന്നാൽ ഈ പിശാചിന്റെ ഈ കൂട്ടുകാരായി നടക്കുന്ന ആളുകളില്ലേ, യമുദ്ദൂനഹും ഫിൽ ഗയ്,
ആ പിശാചുക്കൾ അവരെ ആ തിന്മയിൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. സുമ്മലായുസിറൂൻ, ഒരു കുറവും അവിടെ ഈ പിശാച് വരുത്തുകയില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ മണ്ണ്, കളിമണ്ണും അള്ളാഹുവിൻ്റെ റൂഹും കൂടിച്ചേർന്ന ഈ മനുഷ്യനെ, ആ റൂഹ് കുടികൊള്ളുന്ന ഹൃദയത്തെ മലിനമാക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മലിനതയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുചീകരിച്ച് പിശാചിനെ ശത്രുവായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എങ്കിലേ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സമ്മാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്താണ് പറഞ്ഞത്? കല്ലാ ഇന്നഹും കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ ഈ പിശാചിന്റെ തിന്മ, പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പുരണ്ടിരിക്കുകയാണ്. ആ കറ നീക്കാതെ ഒരിക്കലും അള്ളാഹു നൽകാൻ പോകുന്ന വലിയ എന്താണ് ആ സമ്മാനം? അള്ളാഹു നൽകാൻ പോകുന്ന സമ്മാനം സ്വർഗമൊന്നുമല്ല. എന്താണ് ആ സമ്മാനം? തുടർന്ന ആയത്തിൽ അള്ളാഹു പറയുന്നു, സുമ്മ ഇന്നഹും കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അള്ളാഹുവിന്റെ കടാക്ഷത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെടും. അള്ളാഹുവിന്റെ ലിഖാ, അള്ളാഹുവുമായി മീറ്റ് ചെയ്യാനുള്ള അവസരം, അതിൽ നിന്നും നമ്മളെ തടയപ്പെടും. അള്ളാഹുവിനെ കാണണ്ടേ? റാസിഖായ അള്ളാഹു, റഹ്മാനും റഹീമുമായ അള്ളാഹു, ഖാലിഖും റസാഖുമായ അള്ളാഹു, ഗഫൂറായ അള്ളാഹു, ഈ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു, മനുഷ്യനെ സൃഷ്ടിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന എന്ത് സുഖകരമായ ജീവിതമാണ് നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിതം നൽകി ഇങ്ങനെ ആനന്ദകരമായ ജീവിതം നയിക്കുന്ന ആ അള്ളാഹു, അവനെ കാണണ്ടേ? ആ കാഴ്ചയാണ് ഏറ്റവും വലിയ സമ്മാനം. വെറുതെ സ്വർഗത്തിൽ പോയിട്ട് കാര്യമില്ല. ചിലപ്പോൾ സ്വർഗത്തിൽ പോകും, പക്ഷെ അള്ളാഹുവിനെ കാണണമെങ്കിൽ ഇത് വിശുദ്ധമായിരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ ആ റൂഹില്ലേ, അത് മലീമസമാക്കാതെ സൂക്ഷ്മതയുള്ളതാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പിശാച് പിടികൂടാതെ ശ്രദ്ധിക്കണം. ഒറ്റപ്പെട്ടാൽ എന്തായാലും പിശാച് പിടിക്കും. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ അറാദ മിൻകും ബഹ്ബൂഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ അതിവിശാലമായ ആ ഇടമില്ലേ, ആ മധ്യസ്ഥാനം, അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഫൽയൽസിമിൽ ജമാഅ, നിങ്ങൾ ഒരു ജമാഅത്തുമായി കൂടിച്ചേർന്ന് നിൽക്കണം. ഒരു സംഘമായി, മുത്തഖീങ്ങളുടെ ഒരു സംഘവുമായി നിങ്ങൾ ചേരണം. ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്, കാരണം പിശാച് പിടികൂടുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്നവനെയായിരിക്കും. വഹുവ മിനൽ ഇസ്നൈനി അബഅദ്, രണ്ടാളുകളുണ്ടെങ്കിൽ പിശാചിന് അവിടെ കൂടാൻ ബുദ്ധിമുട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശദ്ദ ശാദ്ദു മിൻഹും, ഒരാൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്, ഇഖ്തതഫതുഹു ശയാതീനു കമാ യഖ്തതിഫു ദിബു ശാത മിനൽ ഗനം. ഒരാൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ചെന്നായി ആട്ടിൻ പറ്റങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് മേഞ്ഞു നടക്കുന്ന ആട്ടിൻകുട്ടിയെ പിടിക്കുന്ന ചെന്നായിയെ പോലെ പിശാച് അവനെ പിടിക്കും. പിന്നെ അവൻ എന്താണ് ചെയ്യുന്നറിയും? അവൻ സ്വയം മുഹ്തദായിട്ടൊക്കെ പറയും, പക്ഷെ അവനെ പിടികൂടും. ഇന്ന ശൈത്താന ദീബുൽ ഇൻസാൻ, ശൈത്താൻ മനുഷ്യനെ പിടികൂടുന്ന ചെന്നായിയാണ്. കദിബിൽ ഗനം, ആടിനെ പിടിക്കുന്ന ചെന്നായിയെ പോലെ. യാഖുദ ശാത്തൽ ഖാസിയത വന്നാഹിയത, ഓരത്ത് മേഞ്ഞു നടക്കുന്ന ആട്ടിനെയും അകലെ വിദൂരതയിൽ ആട്ടിൻപറ്റത്തിൽ നിന്നും വിദൂരതയിൽ പോയി മേയുന്ന ആടിനെയും ആ ചെന്നായ പിടികൂടും. ഫഇയ്യാകും വശിആബ്, അതുകൊണ്ട് ഒറ്റപ്പെട്ട തുരുത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുക. തുരുത്തുകളിലല്ല ജീവിക്കേണ്ടത്. വഇയ്യാകും വൽ ജമാഅ, നിങ്ങൾ ജമാഅത്തുമായി, നിങ്ങളൊരു സംഘവുമായി, മുത്തഖീങ്ങളുടെ സംഘവുമായി ചേർന്ന് നിൽക്കുക. വൽ ആമ്മത, പൊതുജനങ്ങളുമായി, വൽ മസ്ജിദ, പള്ളിയുമായി ചേർന്ന് നിൽക്കുക. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ നേരായ മാർഗം സിറാത്ത് മുസ്തഖീമിൽ തന്നെ അവൻ കയറിയിരിക്കുമെന്നാ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത ബിയദി ഖുത്ത, ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് നേരായ എന്റെ മാർഗം. സുമ്മ ഖത്ത അൻ യമീനിഹി വശിമാലി, ഇടത്തും വലത്തും വേറെയും വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇത് കുറെ വഴികളാണ്. ലൈസ മിൻഹാ സബീലും ഇല്ലാ അലൈഹാ ശൈത്താനും യദഉ ഇലൈഹി, ഈ ഓരോ വഴികളിലും പിശാച് പതിയിരിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷണിക്കുകയാണ്. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ, അതുപോലെ തന്നെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, നവലിബറൽ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ, അതിലേക്കെല്ലാം നമ്മുടെ മക്കൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മാർഗം സിറാത്തെ മുസ്തഖീം,
നമ്മൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കായിരിക്കും പോവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പിശാചിനെ ശത്രുവായി സ്വീകരിക്കുക. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് നേരായ മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുല, ഒരുപാട് വഴികളുണ്ട്, ആ വഴികളെ നിങ്ങൾ അനുധാവനം ചെയ്യാതിരിക്കുക. സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.